പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഓണം എക്സാമിന് വളരെ പ്രാധാന്യമുള്ള, അതായത് ഈ ക്വസ്റ്റ്യൻ ഓണം എക്സാമിന് എന്തായാലും ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇതെന്തായാലും നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് ചെയ്ത് പഠിച്ച് പോവുക. അപ്പം നമുക്ക് നോക്കാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 ബോക്സായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിലെന്താണ് ഒന്നുള്ളത്? 100 × 2 100 ഗുണിക്കണം 10, പിന്നെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, പിന്നെ ഉള്ളത് 100. അപ്പം അടുത്ത 2 കോളത്തിലുള്ള 2 ക്വസ്റ്റ്യൻ മാർക്കാണ്. അതാണ് വിട്ടുപോയ ഭാഗം എന്ന് പറയുന്നത്. അത് പൂരിപ്പിക്കാനാണ് പറയുന്നത്. ഇതിൽ നമ്മൾ വർഗം കാണുന്നത് അല്ലെ, ചതുര ഗുണിത രീതിയിൽ വർഗം കാണുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതി ഉപയോഗിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ശരിക്കും ഈ 100നെ 100 കൊണ്ട് ഗുണിച്ചിട്ട് ഈ കോളത്തിൽ എഴുതുക. 100നെ 100 കൊണ്ട് ഗുണിച്ചാൽ 100 × 2 അല്ലേ. പിന്നെ എന്താ ചെയ്തിട്ടുള്ളത്? ഈ 100നെ ഈ 10 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, 100 ഗുണിക്കണം 10. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വേണ്ടത്? ഇവിടെ എന്ത് ചെയ്യണം? ഈ 10നെ 100 കൊണ്ട് ഗുണിച്ചിട്ട് ഇതേ ഉത്തരം തന്നെയാണ് ഈ കോളത്തിൽ വേണ്ടത്. എന്താണ് വേണ്ടത്? ഇതേ ഉത്തരം തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? 10 ഗുണിക്കണം 100 അല്ലെങ്കിൽ 100 ഗുണിക്കണം 10 എങ്ങനെ എഴുതിയാലും ഉത്തരം ശരിയാണ്. അപ്പം നമുക്ക് ഈ വിട്ടുപോയ ഭാഗം എന്താണ് കിട്ടിയത്? 100 ഗുണിക്കണം 10 അല്ലേ. ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്? ഈ 100നെ 10 കൊണ്ട് ഗുണിച്ചിട്ട് ഇവിടെ എഴുതുക. ഇനി എന്താണ്? 10നെ 10 കൊണ്ട് ഗുണിച്ചത് 100ആണ്, അതിവിടെ ഉണ്ട്. ഇനി നമുക്ക് ഈ 2 കോളാണ് പൂരിപ്പിക്കേണ്ടത് അല്ലേ. ഈ 2 കോളം എങ്ങനെയായിരുന്നു പൂരിപ്പിക്കേണ്ടത്? ഈ 2 സംഖ്യകളും കൂട്ടിയിട്ട് ഇവിടെ എഴുതുക, ഈ 2 സംഖ്യകളും കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. അപ്പം 100 × 2 അല്ലെ. 100നെ 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 × 2 എന്ന് പറഞ്ഞത്. അപ്പം 100 × 2 എന്ന് പറഞ്ഞ ഉത്തരം എത്രയാണ്? 10,000 ആണ്, അതായത് 10,000. ഇനിയോ 100 ഗുണിക്കണം 10. 100 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്രയാണ്? 100നെ 10 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം എത്രയാണ്? 1000. അപ്പം 10,000 കൂട്ടണം 1000 എത്രയാണ് ഉത്തരം? 11,000 വരും അല്ലേ. എത്രയാണ്? 11 ഇട്ടിട്ട് 1 2 3 11,000. അപ്പം നമ്മൾ ഉത്തരം എത്ര കിട്ടി? 11,000 എന്ന് കിട്ടി. അപ്പം എന്താ ചെയ്തത്? ഇതിനെ 2നെ ഗുണിച്ചിട്ട്, അതായത് 100നെ 100 കൊണ്ട് ഗുണിക്കുക അല്ലേ. ആ ഉത്തരം എന്ന് പറയുന്നത് 10,000 ആണ്. അതിനെ 100നെ 10 കൊണ്ട് ഗുണിച്ചിട്ടാകുമ്പോൾ എത്ര കിട്ടി? 1000 കിട്ടി. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ഇവിടെ എഴുതാം. പിന്നെയോ ഇനി എന്ത് വേണം? അടുത്തത് ഇത് 100 ഗുണിക്കണം 10. 100 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 1000 ആണ് അല്ലേ. 100 ഗുണിക്കണം 10 എന്ന് പറഞ്ഞാൽ 1000. 1000ൻ്റെ ഒന്നിച്ച് 100 കൂട്ടിയാൽ എത്ര കിട്ടും ഉത്തരം? 1100. ഇത്രയേ ഉള്ളൂ. വിട്ടഭാഗം പൂരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ചെയ്ത് പഠിച്ച് തന്നെ പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. നല്ല വൃത്തിക്ക് തന്നെ നല്ല രീതിയിൽ കുറേ പ്രാവശ്യം ചെയ്ത് പഠിച്ച് പോയാൽ മാത്രമേ ഇതിനുള്ള ഉത്തരം നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ പെട്ടെന്ന് എഴുതാൻ പറ്റൂ.